അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റഹ്മാനും റഹീമുമായ നാഥൻ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ റമദാനിലെ ഓരോ രാപ്പകലുകളും നമ്മിൽ നിന്നും സ്വീകരിച്ചതായി നമ്മിൽ നിന്നും കബൂലാക്കട്ടെ. വരാനിരിക്കുന്ന ദിനങ്ങൾ പരിപൂർണമായി ഉപയോഗപ്പെടുത്താനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളിൽ വരുത്തിയ ഏറ്റവും വലിയ പരിവർത്തനം എന്തായിരുന്നു എന്ന് നമ്മൾ പരിശോധിച്ചാൽ അവരിലൊക്കെ സിദ്ഖിനെ വളർത്തിയെടുത്തു എന്നതാണ്. സത്യസന്ധതയെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർത്തിയെടുത്തു. കൊള്ളക്കും കൊലക്കും വഞ്ചനക്കും അക്രമത്തിനുമൊക്കെ പേര് കേട്ടവരായിരുന്ന മക്കാനിവാസികളടക്കമുള്ള ആളുകളെ ഈമാൻ അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കൊക്കെ നൽകിയത് സിദ്ഖിൻ്റെ വലിയ പാഠങ്ങളാണ്. സത്യസന്ധരായിരിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് ഇസ്ലാം സ്വീകരിച്ച സ്വഹാബികൾ പല ആളുകളും സത്യസന്ധതയ്ക്ക് വേണ്ടി എല്ലാം അർപ്പിക്കാൻ അവർ തയ്യാറായിരുന്നു. സ്വന്തം ഹൃദയത്തോട് കളവാക്കുന്നതിനെ അവർ വെറുത്തിരുന്നു. പല ആളുകളും മഹാനായിരിക്കുന്ന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ സ്വഹാബത്ത് വരെ തങ്ങളിൽ നിഫാഖ് വന്നു പോകുന്നുണ്ടോ, തങ്ങളുടെ വിശ്വാസം സത്യസന്ധമാണോ, അള്ളാഹുവിനെ വിശ്വസിക്കുന്നു റസൂലിനെ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും എൻ്റെ വിശ്വാസം യഥാർത്ഥത്തിലുള്ളതായിട്ടുണ്ടോ എന്ന വിഷയത്തിലൊക്കെ പേടിച്ചുകൊണ്ട് അവരൊക്കെ സിദ്ഖിൻ്റെ വിഷയത്തിൽ വളരെ പേടിയോടുകൂടിയായിരുന്നു അവർ കണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനും ഊന്നി പറഞ്ഞ വിശ്വാസികളുടെ ഒരു ഗുണം, അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിനുണ്ടായിരിക്കേണ്ട വലിയ കാതലായിരിക്കുന്ന ഒരു ഗുണമാണ് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനു മഅസ്വാദിഖീൻ. സത്യസന്ധരായ ആളുകളുടെ കൂടെ ആയിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സത്യസന്ധത ഹൃദയത്തിലില്ലാത്ത ആളുകളുടെ കൂടെ കൂടിയാൽ നമുക്കറിയാലോ, നമ്മൾ ചാരിയത് മണക്കും എന്ന് പറയുന്നത് പോലെ സിദ്ഖ് ഹൃദയത്തിലില്ലാത്ത ആളുകളോടൊപ്പം കൂടിയാൽ കാലക്രമേണ ആ സിദ്ഖില്ലായ്മ നമ്മളിലേക്കും പകർന്നു വരുമോ എന്ന് നമ്മൾ പേടിക്കേണ്ടതായിട്ട് മഹത്തുക്കൾ നമുക്ക് പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞതിന് ശേഷം ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുക, എന്നിട്ട് പരിശുദ്ധ ഖുർആൻ തൊട്ടടുത്ത് പറയുന്നത് സത്യസന്ധരോടുകൂടെ ആവുകയും ചെയ്യുക. നമുക്കറിയാം, നമ്മളൊരു ഗ്രൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ ആവറേജ് ആയിരിക്കും നമ്മൾ എന്നാണ് പൊതുവെ പറയാറുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നല്ലോണം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ കുട്ടി പറ്റേ മോശപ്പെട്ട പഠിക്കാത്ത കുറേ കുട്ടികളുടെ കൂട്ടത്തിൽ ചെന്ന് പെട്ടാൽ അവരുടെ ഒരു ആവറേജായി ആ കുട്ടി മാറുന്ന. ഇനി ആ പഠിക്കാനൊരു അത്രയും തരക്കേടില്ലാത്തൊരു കുട്ടിയായിരുന്നു, നന്നായി പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽപ്പെട്ടാൽ സ്വമേധയാ അതായത് നമ്മൾ ഏത് ഗ്രൂപ്പിൽ ചെന്നാണോ പെടുന്നത് അവരുടെ ആ ഒരു ആവറേജ് ആയിരിക്കും ഇയാളുടെ സ്വഭാവം എന്ന് പൊതുവേ നമ്മൾ മനഃശാസ്ത്രത്തിലൊക്കെ പറയാറുള്ളത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസത്തിനെ എത്രത്തോളം നമ്മൾ ആരോടൊപ്പമാണോ സഹവസിക്കുന്നത് അവർ സ്വാധീനിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എത്ര ആയത്തുകളാണ് സിദ്ഖുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് കളവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരുന്നു, കളവ് ഫുജൂരിയത്തിലേക്കും ഫുജൂരിയത്ത് നരകത്തിലേക്കുമാണ് നയിക്കുന്നത്, സത്യം സന്മാർഗത്തിലേക്കും ബിറിലേക്കും ബിറ് സ്വർഗത്തിലേക്കുമാണ് നയിക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ടായിരുന്നു. മഹാനായിരിക്കുന്ന ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു എന്നിവരോട് പറയപ്പെട്ടതായി കാണുന്ന ഒരു ഹദീസ്, മാ ഹഫിൽത മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ടത് എന്ന് മഹാനായിരിക്കുന്നവരോട് ചോദിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയണേ, ഹഫിൽതു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു ദഅ മാ യുരീബുക ഇലാ മാ യുരീബുക. വളരെ പോയിൻ്റുള്ള ഒരു വാക്യങ്ങളാണിത്. നീ ഉപേക്ഷിക്കണം, മാ യുരീബുക, നിൻ്റെ മനസ്സിൽ സംശയമുണ്ടാക്കുന്ന സത്യമാണോ അത് യാഥാർത്ഥ്യമാണോ എന്ന് നിൻ്റെ ഹൃദയത്തിലെ രീബത്തുണ്ടാക്കുന്ന ദഅ്മാ യുരീബുക ഇലാമാ ലാ യുരീബുക, എന്നിട്ട് ഉറപ്പുള്ളതിൻ്റെ പിറകെ നീ എന്ത് ചെയ്യണം, പോകണം. ആളുകൾ അതായത് അർദ്ധസത്യങ്ങളും സത്യമല്ലാത്ത കാര്യങ്ങളുടെയും പുറകെ പോയി നീ എന്ത് ചെയ്യരുത്, നിൻ്റെ ജീവിതം
നശിപ്പിക്കരുത്, നീ അതിനെ ഉപേക്ഷിക്കണം, യഥാർത്ഥത്തിലുള്ള സുദുക്കായ കാര്യങ്ങളുടെ കൂടെ പോകണം. ഫൈന സുദുക്കത്തുമഇനീനത്തുൻ, കാരണം സത്യസന്ധതക്കാണ് ഹൃദയത്തിൽ സമാധാനം ഉണ്ടാക്കി തരാൻ കഴിയുള്ളൂ. നമ്മൾ ഏത് വലിയ നേട്ടങ്ങളിലെത്തിയ ഏത് വലിയ ആളാണെങ്കിലും അസാൻമാർഗിക മാർഗത്തിലൂടെയാണ് അയാൾ ആ നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത് എങ്കിൽ ചിലപ്പോൾ കൈക്കൂലി കൊടുത്തോ അല്ലെങ്കിൽ സ്വാധീനിച്ചോ അങ്ങനെയൊക്കെയാണ് അയാൾ ആ നേട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് സുദുക്കില്ലാത്ത രീതിയിലാണ് അയാൾ അതിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയൂല എന്നുള്ളതാണ്. ഒരാൾ വലിയ ആലിമായത് അസാൻമാർഗിക മാർഗത്തിലൂടെ യഥാർത്ഥത്തിൽ ഇൽമു പഠിക്കേണ്ട മാർഗത്തിലൂടെ അല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അതിൽ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ ഇരിക്കാൻ കഴിയില്ല. ഒരാൾ സമ്പത്ത് വാരിക്കൂട്ടിയത്, അതാണ് ഏറ്റവും കൂടുതൽ സുദുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു മേഖല എന്ന് പറയുന്നത്, കച്ചവടവും മറ്റുമായി ബന്ധപ്പെട്ട. മുത്താ റസൂലിൻ്റെ ഹദീസ് ഉണ്ട്, അത് ഞാൻ വഴിയെ സൂചിപ്പിക്കാം. അപ്പോൾ കച്ചവടവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് അസാൻമാർഗവും അസത്യവുമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പരസ്യങ്ങളായാലും മറ്റുമൊക്കെ ആ യാഥാർത്ഥ്യത്തിനോട് ഒരു 10% പോലും താദാത്മ്യം പുലർത്താത്ത അല്ലെങ്കിൽ നീതി പുലർത്താത്ത രീതിയിലുള്ള പരസ്യങ്ങൾ, ഈ രീതിയിലൊക്കെ സത്യമില്ലാത്ത രീതിയിലാണ് നമ്മൾ ഏത് വിഷയത്തെയും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ അതിൽ തുമഇനീനത്തുണ്ടാവില്ല, സത്യത്തിലേ എന്തുണ്ടാവുള്ളൂ, തുമഇനീനത്തുണ്ടാവുള്ളൂ. അപ്പോൾ പല വിഷയങ്ങളിൽ നമുക്ക് തുമഇനീനത്ത് വേണം, തുമഇനീനത്ത് സുദുക്ക് വേണം. ഒന്ന് നമ്മുടെ ശാരീരികമായിട്ടുള്ള സുദുക്ക് നമുക്ക് വേണം, അതായത് ശാരീരിക ശുദ്ധി നമുക്ക് വേണം. ആ ശരീരം ആഗ്രഹിക്കാത്ത, ശരീരത്തിന് പറ്റാത്ത കാര്യങ്ങൾ കൊണ്ട് ശരീരത്തെ ചെയ്യിപ്പിക്കരുത്. സാമ്പത്തികമായിട്ടുള്ള സത്യസന്ധത വേണം, ഈമാനികമായിട്ടുള്ള സത്യസന്ധത വേണം. ഇതൊക്കെ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസിയാകുന്നത്. നോക്കൂ, ഇന്നൽ കദിബ രീബത്തുൻ, അല്ലേ, കളവ് എന്ന് പറയുന്നത് അത് മനസ്സിൽ ഒരു സംശയമുണ്ടാക്കുന്നതും മനസ്സിൽ പ്രയാസമുണ്ടാക്കുന്നതുമായ കാര്യമാണെന്നാണ് അല്ലാഹുവിൻ്റെ മഹാൻ അവിടുന്ന് മറുപടി കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ ഹബീബായ റസൂലിൻ്റെ ഒരു ഹദീസിൽ കാണാം, ഒരു സ്വഹാബി വന്നുകൊണ്ട് മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധാനന്തരം ഇങ്ങനെ ആളുകൾക്കൊക്കെ ഗനീമത്ത് ഇങ്ങനെ വീതിച്ചു കൊടുക്കുകയാണ്. അതായത് യുദ്ധാനന്തരം കിട്ടിയ സമ്പത്തുകളെയൊക്കെ ഇങ്ങനെ എന്തായിക്കൊണ്ടിരിക്കുകയാണ്, വീതിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീതിച്ചു കൊണ്ടിരിക്കെ ഒരാൾക്ക്, ഈ രീതിയിൽ സ്വഹാബികളിൽപ്പെട്ട ഒരാൾക്ക്, ഒരു അഅറാബിയായൊരു റജുലാണ് എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹിനോട് അയാൾ വിശ്വസിച്ചു, ഫആമന ബിഹി വത്തബഅഹു, അല്ലേ, അങ്ങനെ റസൂലുള്ളാഹിൻ്റെ കൂടെ ഹിജ്റ പോയി. അതേപോലെ തന്നെ ആ റസൂലുള്ളാഹിൻ്റെ കൂടെ സ്വഹാബികൾ ഒരു ഗസ്വത്തിൽ വെച്ചുകൊണ്ട്, യുദ്ധത്തിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ കൂടെ പങ്കെടുത്തു. അങ്ങനെ അദ്ദേഹത്തിലേക്ക് ഗനീമത്ത് സ്വത്ത് വീതിച്ചു കൊടുക്കുകയാണ്. അതായത് യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് അതിൻ്റെ ഒരു വിഹിതം അവർക്ക് വീതിച്ചു കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇത് കൊടുത്തു എന്നാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മാഹാദ, അല്ല ഇതിപ്പോൾ എന്താ? അപ്പോൾ റസൂൽ ഖസംതുഹുലക, അത് അനക്ക് എൻ്റെ ഉരിയാണ് എന്ന് റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹിനോട് ആ സ്വഹാബി പറഞ്ഞു, വലാകിന്നി ഇത്തബഅതുക അലാ അൻ ഉർമ ഇലാ ഹാഹുന, ഞാൻ ഇതിന് വേണ്ടിയിട്ടല്ല നിങ്ങളൊപ്പം കൂടിയിരിക്കുന്നത്. മനസ്സിലായോ? അതായത് നമ്മളൊക്കെ ചിന്തിക്കുക, നമ്മളൊക്കെ ആരുടെയെങ്കിലും ഒപ്പം അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെയെങ്കിലുമൊക്കെ പുറകെ നമ്മൾ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭൗതികമായ നേട്ടങ്ങളുണ്ടെങ്കിലാണ് പൊതുവേ നമ്മളതിൻ്റെ പിന്നാലെ കൂടാറുള്ളൂ, അല്ലേ? നമുക്ക് ഒരു കൂട്ടുകെട്ട്, ഒരു സൗഹൃദം, എന്താ ഓൻ്റെ ഒപ്പം കൂടിയാൽ കുറച്ചൊക്കെ നമുക്ക് കാര്യങ്ങളുണ്ട്. ഈ ദീനിയായ കാര്യങ്ങളാണെങ്കിൽ തന്നെ നമുക്ക് ആ കാര്യത്തിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അധികാരമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സമൂഹത്തിൽ സ്ഥാനം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭൗതികമായിട്ടുള്ള ഒരു ഉദ്ദേശം നമുക്കതിൻ്റെ പിറകിൽ പൊതുവെ കാണപ്പെടാറുണ്ട്. അപ്പോഴാണ് ഈ സ്വഹാബിയുടെ ചരിത്രം നമുക്ക് പാഠമാകുന്നത്. അദ്ദേഹം റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇതിന് വേണ്ടിയിട്ടല്ല ഞങ്ങളപ്പം കൂടിയത്. പിന്നെ എങ്ങനെ? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ടത്തിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇവിടെ അമ്പ് തറച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഅശാറ ഇലാ ഹൽഖിഹി ബിസഹ്മിൻ, എന്നിട്ട് ഒരു അമ്പ് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഹൽക്കിലേക്ക് ഇങ്ങനെ ചൂണ്ടി. ഫഅമൂത, എന്നിട്ട് ഇവിടെ അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് ഇവിടെ അമ്പ് തറഞ്ഞ് ഞാൻ മരിക്കുകയും ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കും വേണം. ഞാൻ അതിനാണ് നിങ്ങളപ്പം കൂടിക്കണത്, അല്ലാതെ ഈ ഓരി മേടിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് ആ സ്വഹാബി അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞു, ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖുക, നീ ഈ പറഞ്ഞത് സത്യസന്ധമായ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവുമായിട്ട് നീ അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തിയാൽ അള്ളാഹു നിന്നെയും സത്യസന്ധനാക്കും, അല്ലെങ്കിൽ അള്ളാഹു നിൻ്റെ കൂടെ ഉണ്ടാകും എന്ന ആശയം. അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞു. പിന്നെ അവർ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തു. അങ്ങനെ ശത്രുക്കളോട് കഠിനമായി പോരാടി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ആ സ്വഹാബിയെ ചുമന്നു കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹം ഷഹീദായിട്ട്, അഹുവ
ഇത് അദ്ദേഹമാണോ, നേരത്തെ പറഞ്ഞ ആളാണോ എന്ന് റസൂലുള്ളാഹി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സദഖല്ലാഹ ഫസദഖഹു. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇത്തരത്തിൽ ഉദ്ദേശിച്ച് സിദ്ഖ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്നോ നമ്മുടെ കൂടെയായിരിക്കും. നമ്മുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക. എന്നിട്ട് റസൂലുള്ളാഹി തന്നെ അദ്ദേഹത്തെ റസൂലുള്ളാഹിൻ്റെ ജുബ്ബയിൽ അദ്ദേഹത്തെ കഫൻ ചെയ്യുകയും അദ്ദേഹത്തെ നിസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി മുന്നിട്ട് വരികയും എന്നിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹാദാ അബ്ദുക ഖറജ മുഹാജിറൻ ഫീ സബീലിക. അല്ലാഹുവേ, ഇത് നിൻ്റെ ഒരു അടിമയാണ്, നിൻ്റെ മാർഗത്തിൽ മുഹാജിറായി പുറപ്പെട്ട ആളാണ്. ഫഖുതില ഷഹീദൻ അന ഷഹീദുൻ അലാ ദാലിക. അദ്ദേഹം ഈ വിഷയമൊക്കെ നിൻ്റെ മാർഗത്തിലാണ് ചെയ്തിരിക്കുന്നത് എന്നതിൽ ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി അവിടുന്ന് ദുആ ചെയ്തു കൊടുത്ത ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ രീതിയിലൊക്കെ സ്വഹാബികളുടെയൊക്കെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവർക്കൊന്നും മറ്റൊരു താല്പര്യമായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും ഇഖ്ലാസോടുകൂടെയുള്ള സിദ്ഖ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു, അല്ലേ? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, നിങ്ങൾക്കൊരിക്കലും ബിർറ്, ലൻ തനാലുൽ ബിർറ, ഒരിക്കലും നിങ്ങൾക്ക് ഗുണം കിട്ടൂല, ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം. ഒന്നും വേണ്ടാത്ത, എനിക്ക് വേണ്ട, നമ്മളൊരു നോട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഏറ്റവും പഴകിയ നോട്ട് എടുത്തിട്ട് നമ്മൾ കൊടുക്കുക, ആ രീതിയിലല്ല. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കൊടുക്കുന്നത് വരെ, അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്നത് വരെ നിങ്ങൾ ബിർറിനെ എത്തിക്കുകയില്ല എന്ന ഖുർആനിക ആയത്തിറങ്ങിയപ്പോൾ മഹാനായിരിക്കുന്ന അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വിലമതിക്കാനാവാത്തൊരു തോട്ടം, ബൈറുഹ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ, ആ തോട്ടത്തിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം സ്വതക്ക ചെയ്യാൻ തയ്യാറായി. കാരണം അതാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കുക എന്നത്. അപ്പോൾ വിശ്വാസത്തോട് സിദ്ഖ് പുലർത്തുക, നീതി പുലർത്തുക എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പറയണ്ടല്ലോ, വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. മറ്റുള്ളവരിൽ എനിക്ക് സിദ്ഖിൻ്റെ ലിസാനിനെ അല്ലാഹുവേ എനിക്ക് നൽകണമേ. ഓൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യകാരം എന്ന് നമ്മളെക്കുറിച്ച് ഓൻ പറഞ്ഞിക്കണോ അന്നോ ഓക്കെ എന്ന് എത്ര ആളുകൾ നമ്മെക്കുറിച്ച് ചിന്തിക്കും. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവസാന വാക്കാകുക, അവൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സത്യസന്ധമായിരിക്കും എന്ന് ആളുകൾ വിശ്വസിക്കുന്ന രീതിയിലേക്ക് മാറണം. മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയാണത്. ഇങ്ങനെ തുടങ്ങി ഖുർആൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലേ, ഖാലല്ലാഹു ഹാദാ യൗമു യൻഫഉ സ്വാദിഖീന സുദ്ഖുഹും, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്, സ്വാദിഖീങ്ങളുടെ സുദ്ഖ് അവർക്ക് ഉപകാരപ്പെടുന്ന ദിനമാണിത്. യൂസുഫ് അൻ നഫ്സിഹി, മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സുദ്ഖ്, സത്യത്തിനും വേണ്ടി 12 വർഷം ജയിൽവാസം വരിച്ച മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. മഹദിയായിരിക്കുന്ന സുലൈഖ ബീവി അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട് അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി. പക്ഷെ തൻ്റെ വിശ്വാസത്തിലെ സുദ്ഖ്, ഈമാനിൻ്റെ സുദ്ഖ്, സത്യസന്ധത, സ്വന്തം ശരീരത്തോടുള്ള സിദ്ഖ് അദ്ദേഹം വഴിപ്പെട്ടില്ല. അതുകൊണ്ട് മാത്രം മഹാനവറുകൾ അതിനേക്കാൾ എനിക്ക് ഹൈറ് ജയിൽവാസമാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാത്തു പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കാലമാ ഖത്ബുകുന ഇദ്റാവത്തുന്ന യൂസുഫ് അൻ നഫ്സി ഖുൽന ഹാശലില്ല മാ അലിംന അലൈഹി മിൻ സൂഇൻ ഖാലത്ത് ഇംറഅത്തുൽ അസീസിൽ ആന ഹസ്ഹസൽ ഹഖ് അന റാവത്തുഹു അൻ നഫ്സിഹി വ ഇന്നഹു ലമിന സ്വാദിഖീൻ എന്ന് പിന്നീട് അവസാനം ഇദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയുന്ന സമയത്ത് വർഷങ്ങൾ കഴിഞ്ഞ് സുലൈഖ പോലും ഈ രീതിയിൽ ഇംറഅത്തുൽ അസീസ് എന്നാണ് പരിശുദ്ധ ഖുർആൻ സുലൈഖയെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം യൂസുഫ് നബി സത്യസന്ധരിൽ പെട്ടവരാണ് എന്ന് അവിടുന്ന് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്നായാലും ഖുലിൽ ഹഖ് വ ഇൻ കാന മുർറൻ എന്ന് പറഞ്ഞതുപോലെ എന്നാണെങ്കിലും നമ്മൾ കയ്പുള്ളതാണെങ്കിലും നമ്മൾ സത്യസന്ധതയോടൊപ്പം കൂടി നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ അപ്പോൾ ചില ആൾക്കാരുടെ മുഖം ചുളിച്ചൊരും പ്രയാസങ്ങളൊക്കെ നമുക്ക് കാണേണ്ടി വരുമെങ്കിൽ പോലും ആത്യന്തികമായിട്ടുള്ള സന്തോഷം നമ്മുടെ ശരീരത്തോട് നമ്മുടെ മനസ്സിനോട് നമ്മൾ നീതി പുലർത്തി എന്നതിനോടുള്ള ആ ഒരു വിശ്വാസവും സന്തോഷവും ഒക്കെ നമുക്കുണ്ടാകും എന്നതാണ് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്നൊരു ഹദീസുണ്ട്, അർബഉൻ, റസൂലുള്ളാഹി പറയാണ്, 4 കാര്യങ്ങൾ ഇദാ കുന്ന ഫീക, ആ 4 കാര്യങ്ങൾ നിന്നിലുണ്ടെങ്കിൽ ഫലാ അലൈക മാ ഫാത്തക മിന ദുനിയ, പിന്നെ എനിക്ക് ദുനിയാവെന്ന് എന്ത് നഷ്ടപ്പെട്ടാലും ഒരു വിഷയമല്ല എന്ന് പറഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ ദുനിയാവെന്ന് തന്നെ അള്ളാഹു നിനക്കതിന് പകരം വേർത്തരും, അതല്ലെങ്കിൽ ആഖിറത്തിൽ നിനക്കതിന് പകരമായി അള്ളാഹു നിന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന അത് 4 കാര്യങ്ങൾ നമ്മളിലുണ്ട്. ഈ 4 ക്വാളിറ്റീസ് നമ്മളിലുണ്ട് എങ്കിൽ ദുനിയാവിൽ എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും ഒരു വിഷയവുമില്ല എന്നൊരു പറയാണ്. ഒന്ന് ഹിഫ്ലു അമാനത്തി, അമാനത്തിനെ സൂക്ഷിക്കുക, സത്യസന്ധത, വിശ്വാസ്യത, അതിനെ ഹിഫ്ലു ചെയ്യുക, ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായി നമ്മൾ മാറുക.
അതാണ് ഇപ്പോൾ നമ്മളിൽ നിന്ന് പതിയെ പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വാർത്തകളൊക്കെ കേൾക്കുകയാണ്. പിതാവിന് മക്കളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം, ഭർത്താവിന് ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം, സ്വന്തം മക്കൾ പരസ്പരം വിശ്വസിക്കാൻ പറ്റാത്ത കാലം. ഈ രീതിയിൽ അധ്യാപകർക്ക് വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികൾക്ക് അധ്യാപകരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം, അയൽവാസികളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം, രക്തബന്ധങ്ങളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം. അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ വിശ്വസിക്കാൻ പറ്റുന്ന അമാനത്തിനെ ഏതൊരാൾക്കും നമ്മെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കാൻ കഴിയുന്ന ആ ഒരു സന്നിധാനത്തിൽ ആ ഒരു സ്ഥിതിഗതിയിൽ നമ്മൾ വളർന്നു വരാൻ കഴിഞ്ഞാൽ, അത് ഉണ്ടെങ്കിൽ നിനക്ക് ദുനിയാവിൽ വേറെ എന്ത് നഷ്ടപ്പെട്ടാലും പ്രശ്നമല്ല. അപ്പോൾ സിദ്ഖു ഹദീസിൻ, രണ്ട് സംസാരിക്കുമ്പോൾ സിദ്ഖ്, അതാണ് നമ്മുടെ വിഷയം. ഹദീസിൽ വർത്തമാനത്തിൽ സത്യസന്ധത എന്നുള്ള ആ ഒരു കാര്യം, ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും നേട്ടമായിരിക്കും, അതിനു വേണ്ടി പോലും കളവ് പറയുന്ന നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇടയിൽ വളരെ നിർബാധമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണത്. അതിൻ്റെ ലാഘവത്വം അവരുടെ ഹൃദയത്തിൽ നിന്ന് പോയിരിക്കുന്നു. കളവ് പറയുന്നതിൻ്റെ ലാഘവത്വം എന്ന് മാത്രമല്ല, കളവ് പറയുന്നു എന്ന് മാത്രമല്ല, ആ കളവിനെ വിശ്വസിപ്പിച്ച് അതിൽ തന്നെ കക്കാനും മാത്രമല്ല നിൽക്കാനും പഠിച്ചു എന്ന് പറഞ്ഞതുപോലെ അത് പറഞ്ഞ് ഫലിപ്പിക്കാനും അത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനുമുള്ള രീതിയിലേക്കൊക്കെ നമ്മുടെ മക്കൾ ആ രീതിയിലൊക്കെ മാറിയിട്ടുണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, നമ്മുടെയൊക്കെ വിശ്വാസികൾ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ രണ്ടാമത്, ഹദീസിൽ വർത്തമാനത്തിൽ സത്യസന്ധതയുണ്ടാവണം. വഹുസ്നു ഖലീഖത്തിൻ, നല്ല സ്വഭാവത്തിനുടമയായി തീരണം. വഇഫ്ഫത്തും ഫീ തുഅമത്തിൻ, ഭക്ഷണത്തിൽ പതിവ്രത ഉണ്ടായിരിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന, നമ്മുടെ ഉള്ളിലേക്കെടുക്കുന്ന കാര്യങ്ങളിലാണ് നമ്മുടെ ശാരീരികമായ ആരോഗ്യവും മാനസികമായ ആരോഗ്യവും. പരിശുദ്ധ ദീനിൻ്റെ കാഴ്ചപ്പാടതാണ്. നമ്മൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അധ്യാപകർ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾക്കൊന്നും ഒരു അസറില്ല, നമ്മുടെ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരമില്ല, ഇതിനൊക്കെ കാരണമായിട്ട് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ഭക്ഷണം ത്വയ്യിബായ ഭക്ഷണമാകാത്തത് അതിനൊരു കാരണമാണ്. ത്വയ്യിബായ ഭക്ഷണം, ഹലാലൻ ത്വയ്യിബ എന്നാണല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ത്വയ്യിബായ ഭക്ഷണമല്ലാത്ത എന്തെങ്കിലും തിന്നാൽ മതി എന്നതാണ് നമ്മുടെയൊക്കെ കാഴ്ചപ്പാട്. അത് എങ്ങനെയാണ്, എന്താണ്, ആരറുത്തതാണ്, എങ്ങനെയുള്ളതാണ്, ഇതൊന്നും നമുക്കൊരു വിഷയമല്ലാത്തൊരു രീതിയിലേക്ക് മാറിയപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ഭക്ഷണത്തിനനുസരിച്ച് നമ്മുടെ ഈമാനിൻ്റെ അളവ് അതിലൊക്കെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വിശ്വാസത്തിനെ ബാധിക്കുന്നതാണ് നമ്മുടെ ഭക്ഷണം. അത് നമ്മുടെ ആരോഗ്യത്തിനെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മുടെ ഇഫ്ഫത്തും ഫീ തുഅമത്തിൻ, അതാണ് മഹത്തുക്കൾ നമുക്ക് പറയുന്നത് എന്ന്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സുപരിചിതമായ നിരവധി ഹദീസുകൾ ആ വിഷയത്തിലുണ്ടല്ലോ. മുനാഫിഖിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് സംസാരിച്ചാൽ കളവ് പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ കഴിച്ചിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ അവനോട് എല്ലാ നിരക്കും മനസ്സർപ്പിച്ചുകൊണ്ട് ഈ രീതിയിൽ സുദ്ഖിന് വേണ്ടി നമ്മൾ തേടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലാ യജ്തമിഉൽ ഈമാനു വൽ കുഫ്റു ഫീ ഖൽബി ഇംറിഇൻ, ഒരാളുടെ മനസ്സിൽ ഈമാനും കുഫറും എന്താകൂല, ഒരുമിച്ച് കൂടൂല. ഒരു സാധനത്തിൽ തന്നെ കറുപ്പും വെളുപ്പും ഉണ്ടാവില്ലല്ലോ, ഒന്നല്ലെങ്കിൽ കറുപ്പ് അല്ലെങ്കിൽ വെളുപ്പ്. കറുപ്പും വെളുപ്പും ഒന്നിലെന്ത് ചെയ്യൂല, ഒരുമിച്ച് കൂടൂല എന്നതുപോലെയാണ് ഒരാളുടെ ഹൃദയം. കുഫ്രിയത്തും ഈമാനും അയാളിൽ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് പ്രവേശിക്കണം. കുറച്ച് പുറത്തുണ്ടെങ്കിൽ അവൻ ഫുള്ള് പുറത്താണ്. മനസ്സിലായോ? അതായത് ഓനിപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്യുക, അതൊക്കെ ഇപ്പോഴത്തെ കാലമല്ലേ. എന്നിട്ട് ഇസ്ലാമിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ പ്രവേശിച്ചിട്ട്, ഇപ്പോൾ ഇസ്ലാമിൽ പ്രവേശിക്കുമ്പോൾ, അതായത് ആ ആയത്തിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളായിട്ടുള്ള സ്വഹാബികളായിരിക്കുന്ന പല ആളുകളും അവർ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷവും അവർക്ക് പഴയ ഒരു ഹാങ് ഓവർ, അതായത് അങ്ങനെ ഉണ്ടാവുമല്ലോ, അതായത് അവർ മുസ്ലിമീങ്ങളായിരുന്നപ്പോൾ ഇസ്ലാമിൻ്റെ മുമ്പുണ്ടായിരുന്ന സാഹചര്യത്തിൽ അവർ പുലർത്തി പോന്നിരുന്ന ചില ശീലങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷവും അവർക്ക് വിട്ടുപോണില്ല. അപ്പോൾ അതിലൊന്നായിട്ടൊക്കെ പറയുന്നത് ശനിയാഴ്ച ദിവസം അവർ പ്രത്യേകം പുണ്യമായി കണ്ടിരുന്നു എന്നുള്ളതാണ്. ജൂതന്മാരുടെ പുണ്യ ദിവസങ്ങളിൽപ്പെട്ടതാണ് ശനിയാഴ്ച ദിവസം. അസ്ഹാബുസ്സബ്ത്തിൻ്റെ ചരിത്രമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേറെ ചരിത്രം നമുക്ക് മറ്റൊരവസരത്തിൽ സൂചിപ്പിക്കാം. അപ്പോൾ അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ചയും ജൂതന്മാരുടെ ശനിയാഴ്ചയും ക്രിസ്ത്യൻസിന് ഞായറാഴ്ചയാണ് ഒരു പുണ്യ ദിവസമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി വെള്ളിയാഴ്ച ദിവസമാണെന്ത് പുണ്യമായിട്ടുള്ള ദിവസം. പക്ഷെ എന്നാലും ഒരു ശനിയാഴ്ച ദിവസം അവർക്ക് മുമ്പൊക്കെ അവർ പ്രത്യേകമായിട്ടും ഇങ്ങനെ ഒരു പ്രത്യേക പുണ്യദിനമായി കാണുന്നത് കൊണ്ട് ആ ഒരു പല കാര്യങ്ങളും അതുപോലെയുള്ള പല കാര്യങ്ങളും ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അവിടെ മനസ്സിൽ ഇങ്ങനെ ആ ഒരു ഇതെന്നപ്പോൾ റസൂലുള്ളാഹി പരിശുദ്ധ ആയത്ത് ഇറങ്ങി, എന്ത് കാഫത്തൻ ആയിട്ട് എന്ത് ചെയ്യണം, ഇത് പകുതി ഇസ്ലാമിനെ അല്ലെങ്കിൽ ഹാഫ് അല്ലെങ്കിൽ മുക്കാൽ ഇസ്ലാമിനെ വിടാൻ ആവശ്യമില്ല. ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ പരിപൂർണമായി
അപ്പോൾ അതിപ്പോൾ അംഗീകരിക്കുക എങ്ങനെ പോയി മിഅ്റാജ് ഇസ്രാ ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ ഇസ്രാ അത് നമ്മൾ വിശ്വസിക്കണില്ല, അത് അതിൽ ഫുള്ളില്ല, മനസ്സിലായില്ലേ? അങ്ങനെ സംശയിക്കണ്ട. അല്പം ഇസ്ലാമും അല്പം എല്ലാം പാടെ കൂടിയിട്ട് ഹാഫ് ഓംപ്ലേറ്റ് എന്നൊക്കെ പറയണ മാതിരില്ല, കാഫ തന്നെ ഉള്ളൂ. കയറുകയാണെങ്കിൽ ഫുള്ളായിട്ട് കയറണം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് പുറത്ത്. അതാണ് പറയുക ലാ യജ്തമിഉൽ ഈമാനു വൽ കുഫ്റു ഫീ ഖൽബി ഇംറിഇൻ. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈമാനും കുഫ്രിയത്തും ഒരുമിച്ചുണ്ടാവില്ല. ഉണ്ടാകുകയാണെങ്കിൽ മുഴുവൻ ഈമാനെ, ഇല്ലെങ്കിൽ മുഴുവൻ കുഫ്ർ. നമ്മളിൽ ഏതാ ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കുക. വലാ യജ്തമിഉ സിദ്ഖു വൽ കദിബു ജമീഅൻ. സത്യസന്ധതയും കളവും ഒരാളുടെ ഹൃദയത്തിൽ എന്താവില്ല, ഒരുമിച്ച് കൂടില്ല. ഏത് വലിയ പുറത്ത് ഇങ്ങനെ വലിയ മാന്യനാണെന്ന് ധരിച്ചാലും എപ്പോഴെങ്കിലൊക്കെ ഓൻ്റെ ഫ്രോഡ് തരം പുറത്ത് വരും. അങ്ങനെയാണല്ലോ. അതായത് ഓൻ്റെ ഹൃദയത്തിൽ എന്തായിരിക്കും, പിന്നെ പുറത്തും കാണിക്കുന്നത് അഭിനയമാണ്. ഓന് സത്യസന്ധനാണെങ്കിൽ ഓൻ്റെ ഹൃദയം ഫുള്ള് സത്യസന്ധനായിരിക്കും, ഓൻ ഏത് ഘട്ടത്തിലും അതിൻ്റെ കൂടെയായിരിക്കും. ഇനി കളവിൻ്റെ ആളാണെങ്കിലോ എപ്പോഴെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ ഓൻ്റെ ഫ്രോഡ്, ഓൻ്റെ മനസ്സിലുള്ള കളവ് എന്ത് ചെയ്യും, പുറത്തിയാടും. നമുക്ക് പല അനുഭവം ഉണ്ടാവും. വലാ യജ്തമിഉൽ ഖിയാനത്തു വൽ അമാനത്തു ജമീഅ. ചതിയും വിശ്വസ്തതയും ഒരിക്കലും ഒരാളിൽ എന്ത് ചെയ്യൂല. ഒരാൾ ചതിയനാണെങ്കിൽ അവൻ വിശ്വസ്തനാണെന്ന് പുറമെ അഭിനയിക്കുകയായിരിക്കും, മനസ്സിലായില്ലേ? ഇനി അതല്ല, വിശ്വസ്തനായ ഒരാളാണ്, ഓൻ ചതിക്കാൻ പറഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കും. അപ്പോൾ സത്യസന്ധനാണ് എങ്കിൽ, അല്ലെങ്കിൽ ചതിക്കപ്പെടുന്നവനാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടാവില്ല, അമാനത്തുണ്ടാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ വൈലുല്ലില്ലദീ യുഹദ്ദിസുൽ ഖൗമ കാദിബൻ ലിയുൽഹിഖഹും വൈലുല്ലഹു നമ്മൾ മുമ്പ് പറഞ്ഞൊരു ഹദീസാണ്. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിൽ സംസാരത്തിൽ കളവ് കൊണ്ടുവരുന്ന ആളുകൾക്ക് സർവനാശവും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാ കദബൽ അബ്ദു തബഅദ അൻഹുൽ മലക്കു മൈലൻ മിന്നത്തിന്. ഒരാളൊരു കളവ് പറയുമ്പോൾ അവൻ്റെ വായിൽ നിന്നൊരു ദുർഗന്ധം പുറപ്പെടുന്ന, ആ ദുർഗന്ധം പുറപ്പെടുന്നത് കൊണ്ട് അവൻ്റെ കൂടെയുള്ള റഹ്മത്തിൻ്റെ മലായികത്ത് ആ ദുർഗന്ധത്തിൻ്റെ വ്യാപ്തി കൊണ്ട് എന്തു ചെയ്യും, അവരിൽ നിന്നൊരു മൈലകലെ പോകും. അതാണ് മാജാ അബിഹി മിന്നത്തിന് മാജാബി. ആ കളവ് പറയുമ്പോൾ ആ ദുർഗന്ധത്തിൻ്റെ ഫലമായിട്ട് അപ്പോൾ ദുർഗന്ധം വായിലുണ്ടെങ്കിൽ എന്നുണ്ടാവില്ല, മലക്കുകൾ റഹ്മത്തിൻ്റെ മലക്കുകൾ എന്നുണ്ടാവില്ല. കൂടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചിലപ്പം പറയുമ്പോൾ ചിലർക്ക് ചില പ്രയാസമൊക്കെ ഉണ്ടാവും. അതായത് നമ്മളെ തഴവാസ്ഥാൻ്റെ ബൈത്തിലൊക്കെ പറയുന്നുണ്ട്, നമ്മൾ ഉള്ളി ഭക്ഷിച്ചിട്ട് പള്ളിക്കൊക്കെ വരരുതെന്ന് പറയും റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ. കാരണം ഈ വെള്ളുള്ളിയും പ്രത്യേകിച്ചൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അതിൻ്റെ ദുർഗന്ധം മാത്രമല്ല ആ ഒരു ഇത്. അപ്പോൾ അതിനെ ഉപമിച്ചുകൊണ്ട് തഴവസ്ഥാനൊരു ബൈത്ത് തന്നെ ഉണ്ട്, അതിൻ്റെ ഒരു അധ്യായം പോലെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ബീഡിയും സിഗരറ്റും വലിച്ച് പള്ളിക്കൊക്കെ കയറാൻ പറ്റുമോ, മലക്കുകൾ അടുത്തുണ്ടാവുമോ, മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ റഹ്മത്തിൻ്റെ മലക്ക് പള്ളിക്കൊക്കെ കയറാൻ പറ്റായൊന്നുമില്ല, പക്ഷേ റഹ്മത്തിൻ്റെ മലക്കൊന്നും ഉണ്ടാവില്ല നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പ്രത്യേകിച്ചും നമ്മുടെ ആ മരണമൊക്കെ ആസന്നമായിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അപ്പോൾ മിസ്വാക്കൊക്കെ ചെയ്യണം എന്ന് പറയണത് എന്തുകൊണ്ടാണ്? നമ്മുടെ മരണം ആസന്നമായ സമയത്തൊക്കെ എപ്പോഴും മിസ്വാക്ക് ചെയ്യണം എന്ന് പറയണത് എന്താ? നല്ല ശുദ്ധിയും വൃത്തി ഉണ്ടാകുമ്പോൾ മലായികത്ത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. അതാണ് അപ്പോൾ നമ്മുടെ കച്ചവടത്തിലായാലും നമ്മുടെ മറ്റു ഏർപ്പാടുകളിലായാലും നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ ഈ സിദ്ഖ് നമ്മുടെ കൂടെ ഉണ്ടാകുക. ഞാൻ നിർത്തുകയാണ്. അൽ ബയ്യാനി ബിൽ ഖിയാരി മാ ലം യതഫറഖ ഫഇൻ സദഖ വബയ്യന ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ. കച്ചവടത്തിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, രണ്ടു പേർ കച്ചവടം ചെയ്യുന്ന ആളുകൾ അവർ കച്ചവട സദസ്സിൽ നിന്ന് വേർപിരിയുന്നതിന് മുമ്പ് അവർ സദഖ വബയ്യന, രണ്ടുപേര് പരസ്പരം സത്യം പറഞ്ഞു. ഇവൻ്റെ അടുത്തുള്ള സാധനത്തിൻ്റെ കുറവും നല്ല കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് എന്ത് ചെയ്തു ഓൻ പറഞ്ഞു. മറ്റാളും തന്നെ എന്ത് ചെയ്തു, അവന് തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കണത് എന്തായാലും രണ്ടാളും പരസ്പര സത്യസന്ധതയോടുകൂടി ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാൾക്കും അതിൽ ബർക്കത്ത് അല്ലാഹു നൽകും. ഇനി രണ്ടാളും കളവ് പറഞ്ഞ് കത്തുമ ചെയ്തു വെച്ചു എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു, എന്തെങ്കിലും ന്യൂനതകളുണ്ടാകും. ഇപ്പോൾ ഒരു വണ്ടിയാണെന്ന് വിചാരിക്കുക, അതിലെന്തെങ്കിലുമൊക്കെ മുമ്പ് ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും, ക്ലെയിമോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ ഇയാളത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ അല്ലേ, എന്നിട്ട് എന്ത് ചെയ്തു, ഓനത് ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ മുഹിക്ക ബർക്കത്തു ബൈഹിമ, രണ്ടാളി കച്ചവടത്തിലെ ബർക്ക. ആരാണോ ഇവിടെ കത്തുമ ചെയ്തുകൊണ്ട് കളവ് പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തിയത് അവൻ്റെ കച്ചവടത്തിലെ ബർക്കത്ത് എന്താകും, അതിൽ നിന്ന് മായ്ച്ച് കളയപ്പെടും എന്നുള്ളതാണ്. താൽക്കാലികമായിട്ടൊക്കെ ചിലപ്പോൾ ഒരു ലാഭം ഉണ്ടായെന്ന് വരിക്കും, പക്ഷേ അതിൻ്റെ അപ്പുറത്ത് വലിയ ബാധ്യത അവരെന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും സിദ്ഖ് ഉണ്ടെങ്കിലേ വിജയമുണ്ടാകൂ എന്നുള്ളതാണ് ഈ ഹദീസിൻ്റെയും ആയത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ അല്ലാഹു തആല നമ്മോട് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുദ്ദീഖീങ്ങളിൽ ഉൾപ്പെടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സുദ്ദീഖീങ്ങളുടെ രജിസ്റ്ററിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും പേര് രേഖപ്പെടുത്തട്ടെ. ഈമാനികമായും വിശ്വാസപരമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ സുദ്ഖ് വെച്ച് പുലർത്താൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.